Hello guys, welcome back to a new video. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ ഒരു സെക്കൻഡ് ഹാൻഡ് RX100 വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു വില ഇടുമ്പോൾ അത് എന്തൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും വില വരുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഏതാണ്ട് ഒരു 52 കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ 52 കാര്യങ്ങളിൽ നമ്മൾ 5 സെക്ഷനായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ സെക്ഷനിൽ ഒന്നാമത്തെ കാര്യം സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ സെക്ഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് വണ്ടിയുടെ ജെന്യൂനിറ്റിയാണ്. ആദ്യം തന്നെ വണ്ടി വാങ്ങിക്കാൻ മുമ്പ് ആ വണ്ടിക്ക് RC ബുക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇനി RC ബുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ആ വണ്ടിയുടെ RC ബുക്കുള്ള ഓണറാണ് നിങ്ങൾക്ക് വണ്ടി തരുന്നത് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ RC ബുക്കിനകത്ത് വണ്ടിയുടെ ബ്രാൻഡും മോഡൽ നെയിമും കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടോ നോക്കുക. ചിലപ്പോൾ RX100 ആയിരിക്കാം, ചിലപ്പോൾ RXG ആയിരിക്കാം, 135 ആയിരിക്കാം, ടൈഗർ ആയിരിക്കാം, 5 സ്പീഡ് ആയിരിക്കാം. അത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം. പിന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വണ്ടിയുടെ ചേസിസ് നമ്പറും എൻജിൻ നമ്പറും RC ബുക്കിലുള്ളത് തന്നെയാണോ വണ്ടിക്കകത്ത് ഉള്ളത് എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഇനി എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വണ്ടിയുടെ എൻജിൻ നമ്പർ ഫാക്ടറി പഞ്ച് തന്നെയായിരിക്കണം. അതുപോലെ തന്നെ വണ്ടിയുടെ ചേസിസ് നമ്പറും ഫാക്ടറി പഞ്ച് തന്നെയായിരിക്കണം. എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വണ്ടികൾ ആക്സിഡൻറ്റിൽ പെട്ടുന്ന വണ്ടികളുണ്ട്, ചിലത് അടിച്ചു മാറ്റി കൊണ്ടുവരുന്ന വണ്ടികളുണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്യും, വെളിയിൽ നിന്ന് വേറെ ചേസസൊക്കെ കൊണ്ടുവന്ന് അതിനകത്ത് കൊത്തി വയ്ക്കുന്ന ചില ഏർപ്പാടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ലാസ്റ്റ് MVD വന്ന് പിടിച്ചു കഴിഞ്ഞാൽ വണ്ടി പൈസയൊക്കെ നിങ്ങൾക്ക് പോകും. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വണ്ടിയുടെ ടാക്സ്, ഇൻഷുറൻസ്, രജിസ്ട്രേഷൻ, ഇത്രയും കാര്യങ്ങൾ എത്ര കാലം ഇനി ബാക്കിയുണ്ട് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ നിലവിൽ അടച്ചു വരുന്ന കാര്യങ്ങളാണോ എന്നും കൂടിയും ചെക്ക് ചെയ്യണം. പിന്നെ ഈ വണ്ടി വല്ല കേസുകളിൽ പെട്ടിട്ടുള്ള വണ്ടിയാണോ, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഫൈനൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓൺലൈനായിട്ടൊക്കെ ഒരുപാട് സിസ്റ്റം ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സെക്ഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ രണ്ടാമത്തെ സെക്ഷൻ പറയുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വണ്ടി സ്റ്റോക്ക് വണ്ടിയാണോ നോക്കുക. സ്റ്റോക്ക് വണ്ടികൾ പരമാവധി എടുത്താൽ മതി, മോഡിഫൈഡ് വണ്ടികൾ എടുക്കണ്ട എന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ അതിൽ ആദ്യം തന്നെ പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ വണ്ടിയുടെ ബാഡ്ജിങ് കറക്റ്റ് ആണോ നോക്കുക. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ RX100 ആയിരിക്കാം, RXG ആയിരിക്കാം, RX100 ആയിരിക്കാം, RX135 ആയിരിക്കാം. അപ്പോൾ അതിൻ്റെ ലാബലിംഗ് ഒക്കെ ഉണ്ടാവും. ചിലർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പകരം സ്റ്റിക്കറായിരിക്കും ഒട്ടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് ബാഡ്ജിങ് തന്നെ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വണ്ടിയുടെ വീൽ സൈസ്, ഒറിജിനൽ വീൽ സൈസ് ആണോ, ഒറിജിനൽ സൈലൻസർ ആണോ, ഒറിജിനൽ ഹാൻഡിൽ ബാർ ആണോ, പിന്നെ ഈ പറഞ്ഞ മാതിരി വണ്ടിക്ക് ഒറിജിനൽ സൗണ്ടാണോ ഉള്ളത്. പിന്നെ വണ്ടിയിലുള്ള സസ്പെൻഷൻ, പലരും ബാക്കിൽ ഗ്യാസ് സസ്പെൻഷൻ കയറ്റാറുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റെമ്മും ഫോർക്കും സസ്പെൻഷനും ഒക്കെ മാറ്റേണ്ടി വരും. അപ്പോൾ അത് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ സ്പീഡോമീറ്റർ ഒറിജിനലാണോ നോക്കുക. പെട്രോൾ ടാങ്കും അതിൻ്റെ പെട്രോൾ ലിഡൊക്കെ ഒറിജിനലാണോ നോക്കുക. സീറ്റ്, മിറർ, ലൈറ്റ്, മഡ് ഗാർഡ്, ചെയിൻ കവർ, സാരി ഗാർഡ്, ഇത്രയും കാര്യങ്ങളൊക്കെ ഒറിജിനൽ RX സീരീസിൽ വരുന്നതാണെന്നുണ്ടെങ്കിൽ വണ്ടി ഒരു സ്റ്റോക്ക് വണ്ടിയാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സെഗ്മെൻറ്റ് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ കാര്യം നോക്കാം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ വണ്ടിയുടെ ഡ്യൂറബിലിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. അതായത് വണ്ടിയുടെ ഒരു ക്വാളിറ്റി, ഇല്ലെങ്കിൽ എത്ര കാലം ഈ വണ്ടി നിലനിൽക്കും. അപ്പോൾ അതിൽ ആദ്യം തന്നെ പറയുന്നത് പെയിൻറ്റിനെ കുറിച്ചാണ്. നല്ല ക്വാളിറ്റി പെയിൻറ്റ്, നല്ല ഗ്ലോസിയാണ്, നല്ല ഫിനിഷിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഓക്കെ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വണ്ടിയുടെ ടാങ്കിന് ഓട്ടകൾ വീണിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ടാങ്ക് RX100 സാധാരണ ടാങ്കിന് ഓട്ട വരുന്നതാണ്. അപ്പോൾ അടിഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിൽ പൊട്ടിയിട്ടിട്ടുണ്ടോ, MC ഇട്ടിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതൊരു കാര്യം. പിന്നെ നമ്മൾ നോക്കേണ്ടത് ചേസിസിൻ്റെ റെസ്റ്റാണ്. ചേസിസ് തുരുമ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. ചേസിസ് തുരുമ്പിടിക്കുന്ന മെയിൻ ഭാഗം എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ ബാറ്ററി വയ്ക്കുന്ന ഭാഗം, അതേമാതിരി എൻജിൻ്റെ അടിഭാഗത്തും നമ്മൾ എന്ത് സംഭവിക്കാറുണ്ട്, ചേസിസിന് തുരുമ്പ് പിടിക്കുന്നത് കാണാറുണ്ട്. പിന്നെ ഇതുമാതിരി തന്നെ നമുക്ക് ടാങ്കിൻ്റെ ഉൾഭാഗം തുരുമ്പ് പിടിക്കാം, വണ്ടിയുടെ റിമ്മ് തുരുമ്പ് പിടിക്കാം, സ്പോക്ക് തുരുമ്പ് പിടിക്കാം, നിക്കിലുള്ള ഭാഗങ്ങൾ തുരുമ്പ് പിടിച്ച് പോകാം. അതേമാതിരി തന്നെ വണ്ടിയുടെ എൻജിൻ പാനലുകൾ ഇല്ലെങ്കിൽ എൻജിൻ ഹെഡുകൾ തുരുമ്പ് പിടിച്ച് പോകാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ സൈഡ് കവറുകൾ പൊട്ടാനുള്ള സാധ്യതകളുണ്ട്. ആക്സിലേറ്റർ കേബിളും ക്ലച്ച് കേബിളൊക്കെ എന്താണ് കണ്ടീഷൻ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു സെക്ഷനും കഴിഞ്ഞു, വണ്ടിയുടെ ഡ്യൂറബിലിറ്റി സെക്ഷൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് എൻജിൻ എന്നുള്ള സെക്ഷനാണ് നമ്മുടെ നാലാമത്തെ സെക്ഷൻ. അപ്പോൾ എൻജിൻ സെക്ഷൻ പറയുമ്പോൾ ആദ്യം തന്നെ CC ആണ്. വണ്ടിയുടെ RC ബുക്കിനകത്തുള്ള CC തന്നെയാണോ ഈ ബൈക്കിൻ്റെ എൻജിൻ ഹെഡിൽ എഴുതി വെച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ വണ്ടിക്ക് കംപ്രഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. കംപ്രഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കിക്ക് ചെയ്യുമ്പോൾ നല്ല ടൈറ്റായിട്ട് ഇരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ കംപ്രഷൻ എന്നുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കംപ്രഷൻ ശരിയല്ല എന്നുണ്ടെങ്കിൽ അത് പിസ്റ്റൺ റിങ്സൊക്കെ ആയിട്ട് ഒരുപാട് ഇഷ്യൂസൊക്കെ വരും. അപ്പോൾ പിസ്റ്റൺ റിങ്സൊക്കെ
അടി വരുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ എഞ്ചിൻ ഓയിൽ ലെവൽ, കറക്റ്റ് എഞ്ചിൻ ഓയിൽ ലെവൽ ഈ വണ്ടിക്കകത്ത് ഉണ്ടോ, അല്ലെങ്കിൽ എഞ്ചിൻ ഓയിൽ ലീക്ക് ഉണ്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഗ്യാസ്കറ്റ് പോയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡ് ഓയിൽ ടാങ്ക് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നത് വളരെയധികം നല്ലതാണ്. പിന്നെ കാർബറേറ്റർ ഒറിജിനൽ ആണോ ഉപയോഗിച്ചിട്ടുള്ളത്, അതുമാതിരി തന്നെ എയർ ഫിൽറ്ററും അതിൻ്റെ കപ്ലിങ്ങും കറക്റ്റ് ആണോ, അല്ലെങ്കിൽ കപ്ലിംഗ് ഒക്കെ പൊട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ 4ാമത്തെ സെക്ഷൻ കഴിഞ്ഞു. ഇനി നമ്മുടെ 5ാമത്തെ സെക്ഷനാണ് ഇലക്ട്രിക്കൽ സെക്ഷൻ. ഇലക്ട്രിക്കൽ സെക്ഷൻ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ പറയുന്നത് ഇഗ്നീഷൻ കോയിലിനെ കുറിച്ചാണ്. അപ്പോൾ ഇഗ്നീഷൻ കോയിൽ മര്യാദയ്ക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ, തുരുമ്പുണ്ടോ, കട്ടായിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ സ്പാർക്ക് പ്ലഗിൽ കാർബൺ കയറിയിട്ടുണ്ടോ, അല്ലെങ്കിൽ സ്പാർക്ക് പ്ലഗിൻ്റെ ക്യാപ്പ് ബ്രേക്ക് ആയിട്ടുണ്ടോ എന്നൊക്കെ നോക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നമുക്ക് പറയുന്നത് ഒറിജിനൽ വയറിംഗ് ആണോ ഈ വണ്ടിക്കകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതേമാതിരി തന്നെ ഈ ഒറിജിനൽ വയറിങ്ങിൽ ഇവർ കട്ട് ചെയ്ത് വേറെ അഡീഷണൽ ലൈറ്റും ഹോണും സാധനങ്ങളൊന്നും വെച്ചിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ നമുക്ക് വണ്ടിയുടെ താക്കോലിട്ട് വർക്ക് ചെയ്യുന്നത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതുമാതിരി തന്നെ എല്ലാ സ്വിച്ചുകളും വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബാറ്ററി ഉണ്ടോ വണ്ടിയിൽ, അല്ലെങ്കിൽ ബാറ്ററിയുടെ കണ്ടീഷൻ എന്താ, ബാറ്ററിക്ക് വാറണ്ടി ഉണ്ടോ, ഇങ്ങനെയൊക്കെ നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഏതാണ്ട് ഒരു 52 കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് നല്ല വണ്ടി കിട്ടും. വളരെയധികം നോക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ് ഈ സംഭവം. ഇത് ബാക്കിയുള്ള വണ്ടികൾക്കും ഒരു പരിധി വരെയൊക്കെ അപ്ലിക്കബിൾ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അത് വരിക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതായിരിക്കും ബൈ.